ജനുവരി 25 ഡോക്ടർ പൽപുവിൻ്റെ ചരമദിനമാണ്. ഇന്നേക്ക് 74 വർഷം മുമ്പാണ് അദ്ദേഹം ഇഹലോകവാസം പിടിച്ചത്. ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതിൻ്റെ തലേ ദിവസം, അതായത് 1950 ജനുവരി 25 തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഉണ്ടായത്. തിരുവിതാംകൂർ സംസ്ഥാനം കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു ഡോക്ടർ പൽപു. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നീട് ഈ പിണറായി വിജയൻ്റെ നവോത്ഥാന കാലത്തും ഇദ്ദേഹത്തിൻ്റെ പേര് പല വേദികളിലും മുഴങ്ങിക്കേട്ടതാണ്. ആ ഡോക്ടർ പൽപു തിരുവിതാംകൂർ സംസ്ഥാനത്ത് നിന്ന് ആദ്യമായിട്ട് ഈഴവ സമുദായത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. മെഡിക്കൽ ബിരുദം നേടിയതിന് ശേഷവും സംസ്ഥാനത്ത് ജോലി കിട്ടിയില്ല. അതേ തുടർന്ന് അദ്ദേഹം മൈസൂർ രാജാവിൻ്റെ കീഴിൽ ജോലി സ്വീകരിച്ചു. അദ്ദേഹം ഈ പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ കാര്യത്തിൽ വൈദഗ്ധ്യം നേടിയ ആളായിരുന്നു. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. അതേസമയത്ത് തന്നെ തിരുവിതാംകൂറിൽ ഈഴവ സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അനവരതം പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം. വിഖ്യാതമായ മലയാളി മെമ്മോറിയൽ ഒപ്പുകാരിൽ ഒരാളായിരുന്നു. അതിൻ്റെ മുന്നണി പോരാളികളിൽ ഒരാളായിരുന്നു. അത് കഴിഞ്ഞ് ഈഴവ മെമ്മോറിയൽ എന്ന് പേരിട്ട ഒരു നിവേദനം മഹാരാജാവിന് സമർപ്പിക്കുന്നതിലും നടുനായകത്വം വഹിച്ച ആളാണ്. പിന്നെ SNDP യോഗത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ അദ്ദേഹമായിരുന്നു. ശ്രീനാരായണ ഗുരുവിനെ മുൻനിർത്തി ഈഴവരുടേതായ ഒരു സംഘടന രൂപീകരിക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം ഈഴവരെ സംഘടിപ്പിക്കാൻ പല രീതിയിൽ ശ്രമിച്ചു നോക്കി. ഈ വിഷയം ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിൽ വരെ അദ്ദേഹം ഉന്നയിപ്പിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. ഈഴവയിൽ പ്രമുഖരായ നേതാക്കന്മാരൊന്നും ഇദ്ദേഹത്തിൻ്റെ നേതൃത്വം അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല ഒരു ഘട്ടത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയത്. വിവേകാനന്ദ സ്വാമികളുടെ ഉപദേശം സ്വീകരിച്ച് നാട്ടിൽ മടങ്ങി വന്ന് ഇവിടുത്തെ ഒരു ആധ്യാത്മിക ആചാര്യനെ, ഒരു സന്യാസിയെ കണ്ടെത്തി അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കുകയാണെങ്കിൽ അത് വിജയിക്കും എന്ന് വിവേകാനന്ദൻ നിർദ്ദേശിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീനാരായണ ഗുരുവിനെ അദ്ദേഹം കണ്ടെത്തി. ഗുരു അതിനു മുമ്പ് തന്നെ അരുവിപ്പുറം പ്രതിഷ്ഠയൊക്കെ നടത്തിയിരുന്നു. അങ്ങനെ ഗുരുവിനെ കണ്ടെത്തി ഗുരുവിൻ്റെ നാമത്തിൽ ഈ SNDP യോഗം ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തു. തിരുവിതാംകൂറിലെ കമ്പനി നിയമപ്രകാരം കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തു. അതിന് തൊട്ട് പിന്നാലെ ഈ യോഗത്തെ ഈഴവ സമുദായത്തിൻ്റെ സോൾ ബാർഗൈനിങ് ഏജൻ്റായിട്ട് തിരുവിതാംകൂർ രാജാവ് അംഗീകരിച്ചു. അതാണ് സത്യത്തിൽ യോഗത്തിന് കിട്ടിയൊരു വലിയ അംഗീകാരം. അതേ തുടർന്ന് യോഗത്തിൻ്റെ 2 പ്രതിനിധികളെ ശ്രീമൂലം പ്രജാ അസംബ്ലിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ തുടങ്ങി. അതോടുകൂടി സ്വത്തും പണവുമുള്ള ഈഴവർ, അന്നത്തെ കാലത്ത് വളരെ കുറവാണ്, അവർ SNDPയിൽ അംഗത്വം എടുക്കുകയും ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് വരാൻ വേണ്ടി മത്സരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. വെറും ഒരു സമുദായ നേതാവ് മാത്രമായിരുന്നില്ല, ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ഡോക്ടർ പൽപു. അദ്ദേഹം പരിഷ്കൃത ആശയനായിരുന്നു. ഈഴവ സമുദായത്തിൽ അന്നുണ്ടായിരുന്ന പല ദുരാചാരങ്ങളെയും അനാചാരങ്ങളെയൊക്കെ എതിർക്കാനും ചെറുക്കാനും ഒക്കെ അദ്ദേഹം മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു. എന്നാൽ ശ്രീനാരായണ ഗുരുസ്വാമിയെ പോലെ ഒരു വലിയ ആധ്യാത്മിക പരിവേഷം അദ്ദേഹത്തിന് ഇല്ലായിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിഷ്കൃതമായ ആശയങ്ങളൊക്കെ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ അന്ന് സമുദായമോ പൊതുസമൂഹമോ വളർന്നിരുന്നില്ല. അത് അന്നത്തെ ഒരു പരാധീനതയായിട്ട് കണക്കാക്കിയത്. ഒരു പരിധിക്കപ്പുറത്ത് നാരായണ ഗുരുവിനെ പോലും അദ്ദേഹം അംഗീകരിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റുള്ള ഈഴവ പ്രമാണിമാർക്ക് തീർത്തും അനഭിമതനായിരുന്നു അദ്ദേഹം. ഒരു ഘട്ടത്തിൽ SNDPയുടെ യോഗ നേതൃത്വത്തിൽ നിന്ന് തന്നെ അദ്ദേഹം പിരിയുകയും അദ്ദേഹത്തെ കൂടാതെ സംഘടന മുന്നോട്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ ഡോക്ടർ പൽപു അതിൽ പങ്കെടുക്കുന്നില്ല. 1933 നിവർത്തന പ്രക്ഷോഭം നടക്കുമ്പോൾ, അല്ലെങ്കിൽ 38 ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടക്കുമ്പോഴൊന്നും നമ്മൾ പൽപുവിനെ കാണുന്നില്ല. 1920കളിൽ തന്നെ അദ്ദേഹം ഏറെക്കുറെ നിശബ്ദനായി കഴിഞ്ഞു. SNDP യോഗവുമായിട്ട് വളരെ ഔപചാരികമായ ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പോഴൊക്കെ അദ്ദേഹത്തെ യോഗത്തിൻ്റെ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷനായിട്ട് മറ്റുമൊക്കെ ക്ഷണിക്കുമ്പോൾ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു. അങ്ങനെ ഏതാണ്ട് 25 കൊല്ലത്തോളം അദ്ദേഹം യോഗവുമായിട്ട് പരിപൂർണമായിട്ടും വിട്ടുനിന്നതിന് ശേഷമാണ് 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതിൻ്റെ തലേ ദിവസം അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ചിത ഒരുക്കിയത് വീട്ടുവളപ്പിൽ, തിരുവനന്തപുരത്ത് നന്തൻകോട്ടുള്ള ആ വീട്ടുവളപ്പിലാണ്. അവിടെ സ്വസ്തികയുടെ ആകൃതിയിലുള്ള ഒരു കുടീരമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹം അടക്കിയതിൻ്റെ തലഭാഗത്തായിട്ട് ഒരു ഈഴച്ചെമ്പകം നട്ടുപിടിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതായിരുന്നു. ഈ ഈഴച്ചെമ്പകത്തിൽ നിന്ന് പൂക്കൾ അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരത്തിൽ വീഴണം എന്നുള്ളതായിരുന്നു.
പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അല്ലെങ്കിൽ SNDP യോഗമൊന്നും ഇതിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ആ സ്മൃതി കുടീരം കാട് കയറി കിടക്കുകയാണ് എന്നൊരു വാർത്ത കുറേ നാൾ മുമ്പ് കേരള ശബ്ദം വാരികയിൽ വായിക്കട്ടെ. പിന്നീട് നമ്മുടെ ബിജു രമേശൊക്കെ മുൻകൈയെടുത്ത് അത് കാടും പടലമൊക്കെ വെട്ടിത്തെളിച്ച് എല്ലാ കൊല്ലവും ജനുവരി 25-ാം തീയതി അവിടെ പുഷ്പാർച്ചന നടത്തുന്നതായിട്ടും അറിയാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് കാര്യമായ സ്മാരകങ്ങളൊന്നും കേരളത്തിലുണ്ടായിട്ടില്ല. പേട്ടയിലെ SNDP ഓഫീസ് അദ്ദേഹത്തിൻ്റെ പേരിലാണ്. അതുപോലെ അപൂർവമായിട്ട് SNDPയുടെ ചില ഓഫീസുകൾക്ക് അദ്ദേഹത്തിൻ്റെ പേരിട്ടിട്ടുണ്ട് എന്നുള്ള ഒഴിച്ചാൽ ചില SNDP ഓഫീസുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പടം ചില്ലിട്ട് വെച്ചായിട്ടും കണ്ടിട്ടുണ്ട്. അതിനപ്പുറത്ത് കേരളത്തിലെ പൊതുസമൂഹമാകട്ടെ അല്ലെങ്കിൽ ഇഴവ സംഘടനകളാകട്ടെ SNDP ആകട്ടെ അദ്ദേഹം അർഹിക്കുന്ന രീതിയിലുള്ളൊരു അംഗീകാരം അദ്ദേഹത്തിന് നൽകിയിട്ടില്ല. SNDP യോഗത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ ഇദ്ദേഹമായിരുന്നു എങ്കിൽ പോലും അദ്ദേഹം ജനിച്ച വീട് പേട്ടയിൽ ഇപ്പോഴും നിലവിലുണ്ട്. അത് വളരെ ജീർണാവസ്ഥയിലാണ്. അതിൻ്റെ ഉടമസ്ഥൻ വിൽക്കാൻ പത്രത്തിൽ പരസ്യം ചെയ്തു. അതിനുശേഷം കേരള കൗമുദിയിൽ വാർത്ത വന്നു. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ആ ഭവനം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള കടലാസ് പണികൾ ആരംഭിച്ചതാണ്. അപ്പോഴത്തേക്കും ആ സർക്കാരിൻ്റെ കാലാവധി കഴിഞ്ഞു. അപ്പോഴേക്കും നവോത്ഥാന സർക്കാർ വന്നു. നവോത്ഥാനക്കാർക്ക് ഈ വകയിലൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ആ വീട് ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അത് ഈഴച്ചമ്പവും ഒക്കെ ആയിട്ട് ഇപ്പോഴും നിലകൊള്ളുന്നു. ഏതാണ്ട് അവഗണിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ്. മാളക്കടുത്ത് ചക്കാമ്പറമ്പ് എന്നൊരു സ്ഥലമുണ്ട്. ചക്കാമ്പറമ്പിൽ ഡോക്ടർ പൽപ്പുവിൻ്റെ പേരിലൊരു സ്കൂളുണ്ട്. ഒരു UP സ്കൂളായിട്ട് തുടങ്ങിയതാണ്. ശങ്കർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് 62-ലോ 63-ലോ കണ്ടും ആരംഭിച്ചതാണ്. അന്ന് UP സ്കൂളായിട്ട് ആരംഭിച്ചു. ഇപ്പോഴും UP സ്കൂളായിട്ട് തന്നെ തുടരുന്നു. അതിന് ഇതുവരെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സർക്കാരിന് സ്ഥലമുണ്ട്, സൗകര്യമുണ്ട്, മാനേജ്മെൻറ്റ് അതിന് സന്നദ്ധവുമാണ്. പക്ഷേ ബഹുമാനപ്പെട്ട സർക്കാർ അനുവാദം നൽകിയിട്ടില്ല. കാരണം തൊട്ടപ്പുറത്ത് പള്ളിക്കാർ നടത്തുന്ന വേറെ സ്കൂളുകളുണ്ട്. അപ്പോൾ ഇവിടെ ഹൈസ്കൂൾ ആരംഭിച്ചാൽ പള്ളിക്കാരുടെ സ്കൂളിൽ ഡിവിഷൻ 4 ഉണ്ടാവും. അവിടുത്തെ മാഷന്മാർക്ക് ടീച്ചർമാർക്ക് ജോലി ഇല്ലാണ്ടാവും എന്നുള്ളതുകൊണ്ട് പൽപ്പൂൻ്റെ പേരിലുള്ള സ്കൂൾ ഇപ്പോഴും UP സ്കൂളായിട്ട് തന്നെ തുടരുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ചക്കാമ്പറമ്പിൽ കഴിഞ്ഞ ശിവരാത്രി കാലത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യണ്ടേ. നമ്മുടെ ബെന്നി ബേനൻ ഉണ്ടായിരുന്നു. ചാലക്കുടി MLA സജീവ് കുമാർ ഉണ്ടായിരുന്നു. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുണ്ടായിരുന്നു. എളിയവനായ ഞാനും ഉണ്ടായിരുന്നു. ഞാനാണ് മുഖ്യപ്രഭാഷണം നടത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഡോക്ടർ പൽപ്പു ഇങ്ങനെ മൊത്തം അവഗണിക്കപ്പെട്ട അവസ്ഥയിലാണ്. ഞാൻ സെക്രട്ടറിയോട് ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ ശവകുടീരം ഇപ്പോഴും ഇങ്ങനെ കാട് പിടിച്ച് കിടക്കയില്ല. അത് പുള്ളി പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, കുടുംബാംഗങ്ങൾ സഹകരിക്കുന്നില്ല, യോഗം എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാലും നടക്കുകയില്ല, അതാണ് അവസ്ഥ എന്ന് പറഞ്ഞു. ഏതായാലും ബഹുമാനപ്പെട്ട സർക്കാർ ഇടപെട്ട് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇത് കേൾക്കുന്ന ശ്രീനാരായണീയർ അദ്ദേഹത്തെ ഓർമ്മിക്കുക മാത്രം ചെയ്താൽ പോരാ. ഈ സമുദായത്തിന് വേണ്ടി ഇത്രയധികം സേവനം ചെയ്ത ഈ മഹാമനുഷ്യൻ്റെ ജനിച്ച വീട് സർക്കാരിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ചു. അതൊരു സ്മാരകമായിട്ട് സംരക്ഷിക്കും. അതുപോലെ സ്മൃതി കുടീരം വൃത്തിയായിട്ട് ഈ ഭാവി തലമുറകൾക്ക് വേണ്ടി സൂക്ഷിക്കുകയും ചെയ്യും എന്ന പ്രതീക്ഷയോടെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.